നിങ്ങളൊരു യൂസ്ഡ് ഡീസൽ ഹാച്ച് ബാക്ക് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രണ്ട് മോഡലുകളാണ് നമ്മുടെ സ്വിഫ്റ്റ് ഡീസലും അതുപോലെ തന്നെ നമ്മുടെ ഫിഗോ ഡീസലും. ശരിക്കും നമുക്ക് ആദ്യം എഞ്ചിൻ വൈസ് സംസാരിക്കാം. നമ്മുടെ സ്വിഫ്റ്റിൽ വരുന്നത് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഫിയറ്റ് സോഴ്സ്ഡ് 1.3 ലിറ്റർ മൾട്ടിജെറ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇത്രയും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു ഡീസൽ എഞ്ചിൻ വേറെ ഇല്ലാന്ന് തോന്നുന്നു. കാരണം നമ്മൾ മൾട്ടിപ്പിൾ ബ്രാൻഡ്സിലായിട്ട് നമ്മൾ പല മോഡലുകളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ എഞ്ചിൻ. ഇനിയിപ്പോൾ നമ്മൾ ഫിഗോന്റെ എഞ്ചിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർഡ് ഇന്ത്യയിൽ പരീക്ഷിച്ചിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് എഞ്ചിനാണ് 1.5 TDCi എന്ന് പറയുന്നത്. പവർ വൈസ് അല്ലെങ്കിൽ പെർഫോമൻസ് വൈസ് ഇത് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമുക്ക് പെർഫോമൻസ് അല്ലെങ്കിൽ ഡ്രൈവ് ഫീൽ എടുക്കുന്ന സമയത്ത് സ്വിഫ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2000 RPM ഒക്കെ കഴിയുന്ന സമയത്താണ് നമുക്ക് ടർബോ കിക്ക് ചെയ്യുന്നത് ഫീൽ ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടർബോ ലാഗും കാര്യങ്ങളൊക്കെ സ്വിഫ്റ്റ് ഡീസലിനുണ്ട്. പക്ഷേ ഫിഗോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1700 RPM തന്നെ ഇതിന്റെ കംപ്ലീറ്റ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്രത്തോളം നമുക്ക് ടർബോ ലാഗും ഫീൽ ചെയ്യില്ല. പെർഫോമൻസ് അല്ലെങ്കിൽ ഹാൻഡ്ലിംഗ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫിഗോയ്ക്ക് അതിന്റേതായിട്ടുള്ള ക്യാരക്ടർ ഉണ്ട്. ഇനിയിപ്പോൾ ചേസ് സൈഡ് എടുത്തു കഴിഞ്ഞാലും അത്യാവശ്യം പ്ലാന്റഡ് ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഹൈവേസിലൊക്കെ വളരെ സ്റ്റേബിൾ ആയിട്ട് നമുക്ക് ഫിഗോ ഫീൽ ചെയ്യും. ഇനിയിപ്പോൾ മെയിൻ്റനൻസ് ആൻഡ് റിലയബിലിറ്റി സൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മൾട്ടിജെറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് വളരെ സോളിഡ് ബിൽഡ് തന്നെയാണ്. ഇനിയിപ്പം ഫിഗോന്റെ ഡീസൽ എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം സോളിഡ് ബിൽഡ് തന്നെയാണ്, അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. പക്ഷേ പ്രീവിയസ്ലി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളത് വളരെ ഡിപ്പെൻഡഡ് ആണ്. പ്രീവിയസ്ലി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വാഹനമാണ് എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ വളരെയധികം കാലം അല്ലെങ്കിൽ ഒരു ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പാർട്സ് അവൈലബിലിറ്റിയുടെ കാര്യം എടുക്കുന്ന സമയത്താണ് ചെറിയൊരു ഡിഫറൻസ് ഉള്ളത്. നിങ്ങൾക്ക് മൾട്ടിജെറ്റ് എഞ്ചിൻ ഏത് വർക്ക്ഷോപ്പിൽ പോയിട്ട് വേണമെങ്കിലും സർവീസ് ചെയ്യും. കാരണം വെച്ചാൽ ലോക്കലി അത്രയധികം ഫേമസ് ആയിട്ടുള്ള എഞ്ചിനാണ്. പക്ഷേ ഫിഗോ നിങ്ങൾ സർവീസ് ചെയ്യുന്ന സമയത്ത് ഫിഗോനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈ 1.5 TDCനെ പറ്റിയിട്ട് കുറച്ചെങ്കിലും ധാരണയുള്ള ഒരു ടെക്നീഷ്യന്റെ അടുത്ത് കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ പാർട്സ് സോഴ്സ് ചെയ്യാനാണെങ്കിലും മൾട്ടിജെറ്റ് കുറച്ചുകൂടി ഈസിയാണ്. ഫിഗോ എടുക്കുന്ന സമയത്ത് പാർട്സ് സോഴ്സ് ചെയ്യാൻ വലിയ രീതിയിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കാരണം വെച്ചാൽ സ്റ്റിൽ സർവീസ് സെന്റേഴ്സ് പലതും റണ്ണിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സോഴ്സ് ചെയ്യാം. പക്ഷേ ഇത്രത്തോളം അവൈലബിൾ ആയിരിക്കില്ല. പക്ഷേ ചിലവർ പറയും ഫിഗോന്റെ പാർട്സ് സോഴ്സ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്, ഫോർഡിന്റെ വണ്ടി എടുക്കേണ്ടെന്നൊക്കെ. പക്ഷേ തീർച്ചയായിട്ടും ഫോർഡ് യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഫിഗോ യൂസ് ചെയ്യാത്ത ആളുകളാണ് കൂടുതൽ അത് പറയുന്നത്. ഫിഗോ യൂസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാം വലിയ രീതിയിൽ പ്രൈസിംഗ് ഒന്നുമില്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കാൻ. നിങ്ങളൊരു എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഡ്രൈവ് ഫണ്ണും അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഹൈവേ ക്രൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സൂട്ടബിൾ ആയിട്ടുള്ള വാഹനം എന്ന് പറയുന്നത് നമ്മുടെ ഫിഗോ തന്നെയാണ്. നിങ്ങൾ ഡെയിലി ഡ്രൈവിനുള്ള ഒരു ഡീസൽ ഹാച്ച് ബാക്ക് ആണ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വിഫ്റ്റിലോട്ട് പോകുന്നതാണ്. വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് കൊണ്ടുനടക്കാം. അതാണ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സർവീസ് ചെയ്യാം. നിങ്ങൾക്ക് പാർട്സിനൊന്നും ഒരു ഡിഫിക്കൽട്ടും ഉണ്ടാവില്ല. സ്റ്റിൽ എല്ലാ പാർട്സും കിട്ടാനുണ്ട്. ശരിക്കും ഇതിൽ ഏതാണ് വാല്യൂ ഫോർ മണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് സ്വിഫ്റ്റ് ഡീസൽ കിട്ടുവാണെങ്കിൽ ശരിക്കും വാല്യൂ ഫോർ മണി തന്നെയാണ്. പക്ഷേ അങ്ങനെ കിട്ടാനില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സെയിം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫിഗോയും അതുപോലെ തന്നെ സ്വിഫ്റ്റ് ഡീസലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1.5 ലക്ഷം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. അത് വൈസ് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് ഫിഗോ ആണ്. മാത്രമല്ല നിങ്ങളൊരു സ്വിഫ്റ്റ് ഡീസൽ എടുക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡീലർ ആണെങ്കിലും സെല്ലർ ആണെങ്കിലും ഒടുക്കത്തെ ഡിമാൻഡ് ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയധികം റീസെയിൽ വാല്യൂ ഉണ്ട് ആ വണ്ടിക്ക്. ആ ഹൈപ്പ് കൊടുക്കുന്നതിന് വേണ്ടി ആ വണ്ടി ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ് ഫിഗോ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പം ഇതിൽ ഏതാ നിങ്ങളുടെ ഫേവറേറ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കമ്പാരിസൺ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് കൂടി ഫോളോ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്പാരിസൺ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി, നമുക്കത് ചെയ്യാം.